ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാരൂസ് എഡു ടിപ്സ്. എല്ലാ കൂട്ടുകാർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. 10th മെയിൻസ് അതുപോലെ ഡിഗ്രി പ്രിലിംസ് തുടങ്ങിയ എക്സാമിന് വേണ്ടി പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സാണ് നമ്മൾ നോക്കുന്നത്. എല്ലാവരും നല്ലതുപോലെ പഠിക്കുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ: ഏത് ഉപഗ്രഹമാണ് ISRO ശ്രീഹരിക്കോട്ടയിൽ നിന്ന് 100ാമതായി വിക്ഷേപിച്ചത്? ഏത് ഉപഗ്രഹമാണ് ISRO ശ്രീഹരിക്കോട്ടയിൽ നിന്ന് 100ാമതായി വിക്ഷേപിച്ചത്? ഉത്തരം NVS-02. ഈ NVS-02 ഉപഗ്രഹം വിക്ഷേപിച്ചത് 2025 ജനുവരി 29-നാണ്. അപ്പോൾ പറഞ്ഞത് ഏത് ഉപഗ്രഹമാണ് ISRO ശ്രീഹരിക്കോട്ടയിൽ നിന്ന് 100ാമതായി വിക്ഷേപിച്ചത്? ഉത്തരം NVS-02. ഈ ഉപഗ്രഹം വിക്ഷേപിച്ചത് 2025 ജനുവരി 29-ന് സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് വിക്ഷേപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ: ICCയുടെ 2024 ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ബഹുമതി നേടിയ ഇന്ത്യൻ താരം ആരാണ്? ഉത്തരം ജസ്പ്രീത് ബുംറ. ജസ്പ്രീത് ബുംറയാണ് 2024 ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ബഹുമതി നേടിയ ഇന്ത്യൻ താരം. അടുത്ത ക്വസ്റ്റ്യൻ: ഏത് രാജ്യത്തിൻ്റെ ടെക് സ്റ്റാർട്ടപ്പ് ആണ് ഡീപ്പ് സീക്ക്? ഉത്തരം ചൈന. ഏത് രാജ്യത്തിൻ്റെ ടെക് സ്റ്റാർട്ടപ്പ് ആണ് ഡീപ് സീക്ക്? ഉത്തരം ചൈന. ഒന്നും കൂടി പറയാം. ഏത് ഉപഗ്രഹമാണ് ISRO ശ്രീഹരിക്കോട്ടയിൽ നിന്ന് 100ാമതായി വിക്ഷേപിച്ചത്? ഉത്തരം NVS-02. ICCയുടെ 2024 ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ബഹുമതി നേടിയ ഇന്ത്യൻ താരം ആരാണ്? ഉത്തരം ജസ്പ്രീത് ബുംറ. ഏത് രാജ്യത്തിൻ്റെ ടെക് സ്റ്റാർട്ടപ്പ് ആണ് ഡീപ് സീക്ക്? ഉത്തരം ചൈന. അടുത്ത ക്വസ്റ്റ്യൻ: 2025 നടക്കുന്ന ആക്സിയോം ദൗത്യം 4-ൻ്റെ പൈലറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ? ഉത്തരം സുധാംശു ശുക്ല. 2025 നടക്കുന്ന ആക്സിയോം ദൗത്യം 4-ൻ്റെ പൈലറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ? ഉത്തരം സുധാംശു ശുക്ല. അടുത്ത ക്വസ്റ്റ്യൻ: 2025 അണ്ടർ-19 വനിതാ T20 ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീം ഫൈനലിൽ തോൽപ്പിച്ചത് ഏത് രാജ്യത്തെയാണ്? ഉത്തരം ദക്ഷിണാഫ്രിക്ക. 2025 അണ്ടർ-19 വനിതാ T20 ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീം ഫൈനലിൽ തോൽപ്പിച്ചത് ഏത് രാജ്യത്തെയാണ്? ഉത്തരം ദക്ഷിണാഫ്രിക്ക. അടുത്ത ക്വസ്റ്റ്യൻ: 2025 ജനുവരി 4 മുതൽ 8 വരെ തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായ ജില്ല? ഉത്തരം തൃശ്ശൂർ. ഒന്നും കൂടെ പറയാം. 2025 നടക്കുന്ന ആക്സിയോം ദൗത്യം 4-ൻ്റെ പൈലറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ സുധാംശു ശുക്ല. 2025 അണ്ടർ-19 വനിതാ T20 ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീം ഫൈനലിൽ തോൽപ്പിച്ചത് ഏത് രാജ്യത്തെയാണ്? ഉത്തരം ദക്ഷിണാഫ്രിക്ക. 2025 ജനുവരി 4 മുതൽ 8 വരെ തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായ ജില്ല? ഉത്തരം തൃശ്ശൂർ. അടുത്ത ക്വസ്റ്റ്യൻ: കേരളത്തിലെ ഏത് നവോത്ഥാന നായകൻ്റെ 200ാം ജന്മവാർഷികമാണ് 2025 ജനുവരി 7-ന് ആഘോഷിച്ചത്? ഉത്തരം ആറാട്ടുപുഴ വേലായുധ പണിക്കർ. കേരളത്തിലെ ഏത് നവോത്ഥാന നായകൻ്റെ 200ാം ജന്മവാർഷികമാണ് 2025 ജനുവരി 7-ന് ആഘോഷിച്ചത്? ഉത്തരം ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അടുത്ത ക്വസ്റ്റ്യൻ: നിലവിലെ റിപ്പോ നിരക്ക് എത്ര? 6.25%. നിലവിലെ റിപ്പോ നിരക്ക് 6.25%. അടുത്ത ക്വസ്റ്റ്യൻ: എത്രാമത് ദേശീയ ഗെയിംസിനാണ് ഉത്തരാഖണ്ഡ് വേദിയായത്? ഉത്തരം 38ാമത്. എത്രാമത് ദേശീയ ഗെയിംസിനാണ് ഉത്തരാഖണ്ഡ് വേദിയായത്? 38. ഗാന്ധിജിയുടെ അഭ്യർത്ഥന പ്രകാരം ഭരണഘടനയിൽ 22 രേഖാചിത്രങ്ങൾ വരച്ച ചിത്രകാരൻ ആരാണ്? ഉത്തരം നന്ദലാൽ ബോസ്. ഗാന്ധിജിയുടെ അഭ്യർത്ഥന പ്രകാരം ഭരണഘടനയിൽ 22 രേഖാചിത്രങ്ങൾ വരച്ച ചിത്രകാരനാണ് നന്ദലാൽ ബോസ്. ഒന്നും കൂടെ പറയാം. കേരളത്തിലെ ഏത് നവോത്ഥാന നായകൻ്റെ 200ാം ജന്മവാർഷികമാണ് 2025 ജനുവരി 7-ന് ആഘോഷിച്ചത്? ഉത്തരം ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അടുത്ത ക്വസ്റ്റ്യൻ: നിലവിലെ റിപ്പോ നിരക്ക് എത്ര? 6.25%. എത്രാമത് ദേശീയ ഗെയിംസിനാണ് ഉത്തരാഖണ്ഡ് വേദിയായത്? ഉത്തരം 38ാമത്. ഗാന്ധിജിയുടെ അഭ്യർത്ഥന പ്രകാരം ഭരണഘടനയിൽ 22 രേഖാചിത്രങ്ങൾ വരച്ച ചിത്രകാരൻ ആരാണ്? ഉത്തരം നന്ദലാൽ ബോസ്.
അടുത്ത ക്വസ്റ്റ്യൻ 2025 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത്. ഉത്തരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2025 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഈ പുരസ്കാരം കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്നാണ് നൽകുന്നത്. ഇത് 2012 മുതലാണ് ഈ പുരസ്കാരം നൽകി തുടങ്ങിയത്. ഇത് 1,00,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഈ പുരസ്കാരം. ഇത് 2024 ഈ പുരസ്കാരം ലഭിച്ചത് വീരമണി ദാസായിരുന്നു. അപ്പോൾ 2025 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ അന്തരിച്ച തിരക്കഥാകൃത്തും ഗ്രന്ഥകാരനും കൂടിയായ പത്രാധിപർ. ഉത്തരം എസ് ജയചന്ദ്രൻ നായർ. അടുത്തിടെ അന്തരിച്ച തിരക്കഥാകൃത്തും ഗ്രന്ഥകാരനും കൂടിയായ പത്രാധിപരാണ് എസ് ജയചന്ദ്രൻ നായർ. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യത്തും സ്വന്തം പാർട്ടിയിലും അനഭിമതനായി തീർന്നതിനെ തുടർന്ന് രാജിവെച്ച കനേഡിയൻ പ്രധാനമന്ത്രി. ഉത്തരം ജസ്റ്റിൻ ട്രൂഡോ. രാജ്യത്തും സ്വന്തം പാർട്ടിയിലും അനഭിമതനായി തീർന്നതിനെ തുടർന്ന് രാജിവെച്ച കനേഡിയൻ പ്രധാനമന്ത്രിയാണ് ജസ്റ്റിൻ ട്രൂഡോ. പറഞ്ഞത് ഒന്നും കൂടെ പറയാം. 2025 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2024 വീരമണി ദാസിനായിരുന്നു. അടുത്തിടെ അന്തരിച്ച തിരക്കഥാകൃത്തും ഗ്രന്ഥകാരനും കൂടിയായ പത്രാധിപർ എസ് ജയചന്ദ്രൻ നായരാണ്. രാജ്യത്തും സ്വന്തം പാർട്ടിയിലും അനഭിമതനായി തീർന്നതിനെ തുടർന്ന് രാജിവെച്ച കനേഡിയൻ പ്രധാനമന്ത്രിയാണ് ജസ്റ്റിൻ ട്രൂഡോ. അടുത്ത ക്വസ്റ്റ്യൻ, 1901 ശേഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ വർഷം ഏതായിരുന്നു? ഉത്തരം 2024. 1901 ശേഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ വർഷം 2024. അടുത്ത ക്വസ്റ്റ്യൻ, ഉപ്പായി മാപ്പിള എന്ന കാർട്ടൂൺ കഥാപാത്രത്തിൻ്റെ സ്രഷ്ടാവ് അടുത്തിടെ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് ജോർജ് കുമ്പനാട്. ഉപ്പായി മാപ്പിള എന്ന കാർട്ടൂൺ കഥാപാത്രത്തിൻ്റെ സ്രഷ്ടാവാണ് ജോർജ് കുമ്പനാട്. അപ്പോൾ പറഞ്ഞത് 1901 ശേഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ വർഷം 2024. ഉപ്പായി മാപ്പിള എന്ന കാർട്ടൂൺ കഥാപാത്രത്തിൻ്റെ സ്രഷ്ടാവാണ് ജോർജ് കുമ്പനാട്. അദ്ദേഹം അടുത്തിടെ അന്തരിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ആണവശേഷി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച അടുത്തിടെ അന്തരിച്ച ശാസ്ത്രജ്ഞൻ. ഉത്തരം ഡോക്ടർ ആർ ചിദംബരം. ഇന്ത്യയുടെ ആണവശേഷി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച അടുത്തിടെ അന്തരിച്ച ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ആർ ചിദംബരം. അദ്ദേഹം ജനിച്ചത് ചെന്നൈയിലാണ്. പത്മശ്രീ, പത്മവിഭൂഷൺ ബഹുമതികൾ നേടിയ ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് രാജഗോപാല ചിദംബരം എന്നാണ്. അപ്പോൾ പറഞ്ഞത് ഇന്ത്യയുടെ ആണവശേഷി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച അടുത്തിടെ അന്തരിച്ച ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ആർ ചിദംബരം. അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ് സ്പേസ് ഡോക്കിംഗ്? 2 വ്യത്യസ്ത പേടകങ്ങൾ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന ദൗത്യം. എന്താണ് സ്പേസ് ഡോക്കിംഗ്? 2 വ്യത്യസ്ത പേടകങ്ങൾ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന ദൗത്യമാണ് സ്പേസ് ഡോക്കിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിക്സിൽ പുതുതായി അംഗത്വം നേടിയ രാജ്യം ഏതാണ്? ഉത്തരം ഇന്തോനേഷ്യ. ബ്രിക്സിൽ പുതുതായി അംഗത്വം നേടിയ രാജ്യമാണ് ഇന്തോനേഷ്യ. പറഞ്ഞത് ഒന്നും കൂടെ നോക്കാം. ഇന്ത്യയുടെ ആണവശേഷി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച അടുത്തിടെ അന്തരിച്ച ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ആർ ചിദംബരം. എന്താണ് സ്പേസ് ഡോക്കിംഗ്? എന്താണ്? 2 വ്യത്യസ്ത പേടകങ്ങൾ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന ദൗത്യം. ബ്രിക്സിൽ പുതുതായി അംഗത്വം നേടിയ രാജ്യം ഏതാണ്? ഉത്തരം ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയാണ് ബ്രിക്സിൽ പുതുതായി അംഗത്വം നേടിയ രാജ്യം. അടുത്ത ക്വസ്റ്റ്യൻ, സ്വതന്ത്ര വിജ്ഞാന കോശമായ വിക്കിപീഡിയയുടെ എത്രാമത്തെ വാർഷികമാണ് ജനുവരി 15 കടന്നുപോയത്? ഉത്തരം 25ാം വാർഷികം. സ്വതന്ത്ര വിജ്ഞാന കോശമായ വിക്കിപീഡിയയുടെ എത്രാമത്തെ വാർഷികമാണ് ജനുവരി 15 കടന്നുപോയത്? ഉത്തരം 25ാം വാർഷികം. അടുത്ത ക്വസ്റ്റ്യൻ, സോനാമാർഗ് തുരങ്കപാത ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ഉത്തരം സോനാമാർഗിനെയും ഗഗൻ ഗീറിനെയും. സോനാമാർഗ് തുരങ്കപാത ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ഉത്തരം സോനാമാർഗിനെയും ഗഗൻ ഗീറിനെയും. അടുത്ത ക്വസ്റ്റ്യൻ, 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി മലയാള വിഭാഗം പുരസ്കാരം നേടിയത് കെ ജയകുമാർ. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി മലയാള വിഭാഗം
പുരസ്കാരം നേടിയത് കെ ജയകുമാർ. അദ്ദേഹത്തിൻ്റെ പിങ്കള കേശിനി എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം. പിങ്കള കേശിനി എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം കിട്ടിയത്. ഒന്നും കൂടെ പറയാം. സ്വതന്ത്ര വിജ്ഞാന കോശമായ വിക്കിപീഡിയയുടെ എത്രാമത്തെ വാർഷികമാണ് ജനുവരി 15 കടന്നുപോയത്? 25ാം വാർഷികം. സോനാമാർഗ് തുരങ്കപാത ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ഉത്തരം സോനാമാർഗിനെയും ഗഗൻ ഗീറിനെയും. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം മലയാള വിഭാഗം നേടിയത് കെ ജയകുമാർ. അദ്ദേഹത്തിൻ്റെ ഏത് കവിതയ്ക്കാണ് കിട്ടിയത്? പിങ്കള കേശിനി എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം കിട്ടിയത്. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തിടെ അന്തരിച്ച ഓം പ്രകാശ് ചൗട്ടാല ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആയിരുന്നു? ഉത്തരം ഹരിയാന. അടുത്തിടെ അന്തരിച്ച ഓം പ്രകാശ് ചൗട്ടാല ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആയിരുന്നു? ഉത്തരം ഹരിയാന. അടുത്ത ക്വസ്റ്റ്യൻ. കലാ, സാഹിത്യം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ സംഭാവനയ്ക്കുള്ള 2024 നിയമസഭാ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം എം മുകുന്ദൻ. കലാ, സാഹിത്യം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ സംഭാവനയ്ക്കുള്ള 2024 നിയമസഭാ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം എം മുകുന്ദൻ. ഈ പുരസ്കാര തുക 1 ലക്ഷം രൂപയാണ്. പുരസ്കാര തുക നിയമസഭയുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായാണ് ഈ പുരസ്കാരം കിട്ടുന്നത്. നിയമസഭയുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായാണ് 1 ലക്ഷം രൂപയുടെ പുരസ്കാരം നൽകിയത്. 2023 പുരസ്കാരം നേടിയത് ആർക്കാണ്? MD വാസുദേവൻ നായർ. 2023 പുരസ്കാരം നേടിയത് MD വാസുദേവൻ നായർക്കാണ്. അപ്പോൾ പറഞ്ഞത് അടുത്തിടെ അന്തരിച്ച ഓം പ്രകാശ് ചൗട്ടാല ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിരുന്നു? ഉത്തരം ഹരിയാന. കല, സാഹിത്യം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ സംഭാവനയ്ക്കുള്ള 2024 നിയമസഭാ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം എം മുകുന്ദൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഏത് രാജ്യത്തെ പ്രസിഡന്റിനെയാണ് അടുത്തിടെ പാർലമെൻറ്റ് ഇംപീച്ച് ചെയ്തത്? ഉത്തരം ദക്ഷിണ കൊറിയ. ഏത് രാജ്യത്തെ പ്രസിഡന്റിനെയാണ് അടുത്തിടെ പാർലമെൻറ്റ് ഇംപീച്ച് ചെയ്തത്? ഉത്തരം ദക്ഷിണ കൊറിയ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ന്യൂഡൽഹിയിൽ പുതുതായി നിർമ്മിക്കുന്ന ദേശീയ മ്യൂസിയത്തിൻ്റെ പേര്? ഉത്തരം യുഗയുഗീൻ ഭാരത്. ന്യൂഡൽഹിയിൽ പുതുതായി നിർമ്മിക്കുന്ന ദേശീയ മ്യൂസിയത്തിൻ്റെ പേരാണ് യുഗയുഗീൻ ഭാരത്. ഒന്നും കൂടെ പറയാം. ഏത് രാജ്യത്തെ പ്രസിഡന്റിനെയാണ് അടുത്തിടെ പാർലമെൻറ്റ് ഇംപീച്ച് ചെയ്തത്? ഉത്തരം ദക്ഷിണ കൊറിയ. ന്യൂഡൽഹിയിൽ പുതുതായി നിർമ്മിക്കുന്ന ദേശീയ മ്യൂസിയത്തിൻ്റെ പേരാണ് യുഗയുഗീൻ ഭാരത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് കറണ്ട് അഫയേഴ്സാണ്. പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സാണ് പറഞ്ഞത്. ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നല്ലതുപോലെ പഠിക്കുക. താങ്ക് യു.